ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. ഏട്ടത്തി വന്നിട്ടുണ്ട്, രണ്ടാളുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലാണ്, കാസർഗോഡാണ്, കണ്ണൂർ പയ്യന്നൂരാണ് ഞാനുള്ളത്. രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. സോ ഇന്ന് ഐ തോട്ട് ദാറ്റ് ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ ഫ്രഷ് എല്ലാം ആയിട്ടാ. അപ്പൊ അതാ മോർണിംഗ് നല്ല വെയിലൊക്കെ ഉണ്ട്. രാവിലെ ആയതല്ലേ സാർ, മഴ പോയപ്പോൾ ഇവിടെ വെയിൽ തുടങ്ങി. ഇനി ചായ കുടിക്കൽ. ഇന്ന് ഏട്ടത്തി എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ മൂന്നാളും കുറേ നാള് ശേഷം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂന്നാളും ഒന്നിച്ച് വീട്ടിൽ കൂടുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും രാവിലെ എണീച്ചിട്ടുണ്ട്. പണിയുണ്ട്, പണി എടുത്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യും. എല്ലാവരും ഓരോരോ പണി ഇപ്പം എടുക്കും, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യും കേട്ടോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അപ്പം ആവുന്നത്ര ഞാൻ കവർ ചെയ്യും. അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഫുൾ വീഡിയോ കണ്ടിട്ട് പോവുക. ഇഷ്ടമായാൽ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്ത കുറേ പേരുണ്ട്, എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ ചായ കുടിക്കട്ടെ, നമുക്ക് ചായ കുടിക്കുന്നത് നോക്കാം. എവിടെ പോയിട്ടായിരുന്നു മാ? കടയിൽ. കണ്ട, നമ്മളെ വീട്ടിൽ ബിസ്ക്കറ്റ് ഇല്ലാണ്ട് ജീവിതമില്ല ഗൈസ്. അതും പാർലേജി. രാവിലെ 6:30 ആകുമ്പോഴത്തേക്ക് ഏട്ടത്തി വന്നു കേട്ടാ. ഏട്ടത്തി വന്നപ്പോൾ ബിസ്ക്കറ്റ് ഇല്ലാന്ന് കാര്യം അറിഞ്ഞു. അപ്പോൾ ഉമ്മ പോയി പെട്ടെന്ന് പോയി കടയിൽ പോയിട്ട് ബിസ്ക്കറ്റ് വാങ്ങി തന്ന്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, എണ്ണിച്ചിട്ട പോലെയാണ് ബിസ്ക്കറ്റുകൾ തരിക. എല്ലാത്തിനും ഒരു കണക്കും കാര്യങ്ങളുണ്ട്, വലിച്ചു വാരി കഴിക്കാനൊന്നും വിടുവൊന്നുമില്ല. അപ്പം എനിക്ക് തന്നത് 3 പാർലേജി ബിസ്ക്കറ്റും വിത്ത് ഫ്രഷ് ചായ കേട്ടോ. കുടിക്കുന്ന പരിപാടിയിലാണ്. രാവിലെ എണീച്ചാൽ ചായ നിർബന്ധമാണ് ഇവിടെ, എല്ലായിടത്തും നിർബന്ധമാണ് കേട്ടോ. നമ്മുടെ അടുത്ത് എക്സ്പെഷ്യലി ആരെങ്കിലും ചായ ആക്കി തന്നിങ്ങനെ കുടിക്കാനൊരു സമാധാനം, അത് വേറെ തന്നെ. എനിക്ക് രണ്ടിടത്ത് പോയാലും ചായ ഫ്രീ ആയി കിട്ടാം. ഒന്ന് എൻ്റെ ഇക്കാൻ്റെ വീട്ടിലും ഒന്ന് എൻ്റെ വീട്ടിലും. ഇല്ല, എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ആക്കി കുടിക്കണ്ടേ. അപ്പം ഞാനൊരു ബിസ്ക്കറ്റ് എടുക്കാം, പാർലേജിയാണ്. ഇങ്ങനെ ചായ നോക്കാം. തിന്നുമ്പല്ലേ തലക്കിങ്ങനെ അടിയും, ആ ഫീലിംഗ് തന്നെ വേറെയാണ്. അപ്പൊ കൈക്കിങ്ങനെ കൈകൊണ്ട് പാട്ട് തരല്. അപ്പൊ കൈയൊന്നും കായലില്ല പോവാല പാക്കിയത്. അവ ഒന്ന് കൊറേ തമ്മിച്ചിരിക്കും ബിസ്ക്കറ്റ്. അന്ന് ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ ആരുമില്ല മോളെ, എങ്ങനെയല്ലേ കിട്ടുന്ന ബിസ്ക്കറ്റ്. അപ്പൊ നൊസ്റ്റാൾജിയ കേട്ടല്ല എന്റെ മകൾ എണീച്ചിട്ടുണ്ട്, അവളെ പിടിക്കട്ടെ. എന്റെ കുട്ടി എണീച്ചിട്ടുണ്ട്. കെൻസുമ്മ രാവിലെ എണീച്ച് ആരെ കൂടിയും പോകില്ല, എന്നെ ഇങ്ങനെ പറ്റി നിൽക്കും. പിന്നെ കുറച്ച് സമയം കൊഞ്ചി മുത്തൊക്കെ കൊടുത്ത് കൊഞ്ചാലൊക്കെ അവളൊന്ന് മോർണിംഗ് ഒക്കെ ശരിയാവുള്ളൂ കേട്ടോ. അപ്ഡേറ്റ് ആയിട്ട് വരാൻ പറ്റാ. കെൻസാനെ കുളിപ്പിക്കട്ടെ, കെൻസ റെഡിയാക്കട്ടെ അല്ലേ. ഹായ് പറ കെൻസ്, ഹായ് പറ. ഏട്ടത്തി അവിടെ ബാംഗ്ലൂരാണ് കേട്ടോ പണി, മൈക്രോബയോളജിസ്റ്റ് ആണ്. അപ്പം അവള് മാസത്തിലൊരു പ്രാവശ്യം കുട്ടികളെ കാണാൻ വരും. അപ്പം അതിൻ്റെ രാവിലെ തന്നെയുള്ള പൊലിവാണ് കേട്ടോ അമ്മ കാണുന്നത്. അപ്പൊ ഗായ്സ്, തിരുമ്മ ഉണ്ട്, ഇതാണ് തിരുമ്മ ഉള്ളത്. സോ അപ്പം വീഡിയോ എടുക്കാൻ ആരുമില്ല. അപ്പം വീട്ടിൽ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും എൻ്റെ വീട്ടിൽ പുറത്തുനിന്നാണ് തിരുമ്പ. കുറച്ച് അന്നേരമില്ല, അന്നേരം തിരുമ്പും. അപ്പോൾ ഞാൻ വേഗം തിരുമ്പിയിട്ട് വരാം. രാവിലെ തന്നെ ആ പണി തീർത്താൽ നമ്മൾ വേറെ പണി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഓരോരോ പണിയെടുത്താൽ വേഗം തീരും. അപ്പം ഞാൻ തിരുമ്പിയിട്ട് വരാം. അങ്ങനെ എല്ലായിടത്തും തിരുമ്പി കഴിഞ്ഞിട്ടാ. ഇനി ഡ്രയറിട്ട് ഉണക്കി പിന്നെ അമ്മ പുറത്ത് വെയിലിൽ ഉണക്കാൻ ഇടുകയാണ് ചെയ്യുന്നത്. വെയിലില്ല, വലിയ വെയിലൊന്നും ഇല്ല, മഴക്കാറ് പോലെ ഉണ്ട്. അപ്പം വേഗം ഉണക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് പുട്ടാണ് കേട്ടോ, നല്ല അടിപൊളി പുട്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഉള്ളത്. തിരുമ്പി കുളിച്ചു, നാഷ്ട കഴിക്കുകയാണ് കേട്ടോ. തിരുമ്പൊന്നും ആപ്പിറ്റേ അത് കൊടുക്കില്ല. പിന്നെ പുട്ടും നല്ല ചോന്ന കറിയും ഉണ്ട്. പുട്ടും ചോന്ന കറിയും, മീൻ കറി, യെസ്, മീനിൻ്റെ മുളകിൻ്റെ കറി. ഇത് ഒരു ചെറിയ കുട്ടീൻ്റെ ചെറിയ സ്ലൈസാണ്. ഇത് കഴിഞ്ഞിട്ട്
പഴവും പുട്ടും പഞ്ചസാരയും കഴിക്കണം. അപ്പോൾ ഇത് രണ്ടാമത്തെ റൗണ്ട്. ഓക്കെ ഓക്കെ. ചെറിയ കഷ്ണം മീൻ, അതിലെ കുഞ്ഞാണ്. അപ്പം ഇന്ന് ഉച്ചക്ക് ഇവിടെ ബിരിയാണിയാണ്, ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി. നമ്മൾ 3 പെമ്മക്കൂട്ടുണ്ട്, മരുമക്കൾ ആരുമില്ല. അതുകൊണ്ട് മരുമക്കൾ ഉണ്ടാകുമ്പോൾ ബിരിയാണി ആക്കൂട്ടാ, അങ്ങനല്ല ബിരിയാണി ആക്കാണ്. സോ ഇന്നൊരു പെരുന്നാൾ മൂഡിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എല്ലാവരും ഓരോരോ പണിയെടുത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാ പണിയും തീരണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹം. പണിയൊക്കെ തീർന്നാൽ ബിരിയാണിയും കഴിച്ച് ഒരു ലൈറ്റായിട്ട് ഉറങ്ങി അവിടെ പുറത്തേക്കെല്ലാം പോകണമെന്ന് പ്ലാനൊക്കെ ഉണ്ട്. ലെറ്റ്സ് സീ വീക്കാൻ എന്താണ് ഫ്യൂച്ചർ നമുക്ക് പറയാൻ പറ്റില്ല എന്താണെന്ന്. ഇപ്പോൾ തൽക്കാലം ഒന്ന് പുട്ടൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. അപ്പം എന്താണ് എല്ലാവരും എന്താണ് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചതെന്ന് കമൻറ്റ് ബിലോ ചെയ്യാം. എനിക്കറിയില്ല ഇത് ഞാൻ എപ്പം പോസ്റ്റ് ചെയ്യും എഡിറ്റ് ചെയ്യുന്നിട്ട് പോസ്റ്റ് ചെയ്യും പെട്ടെന്ന് തന്നെ. പുട്ടും മീൻകറിയും സൂപ്പർ. പ്പിലുണ്ടായ പഴാന്ന് കേട്ടോ. അപ്പം ഫസ്റ്റ് റൗണ്ട് കറിയോട് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് അതന്നെ കണ്ട കേട്ടില്ലേ അതന്നെ. അപ്പം പഴം എടുത്തിട്ടുണ്ട്, പഞ്ചസാരയും പുട്ടും. അത് കഴിച്ചിട്ട് ഞാൻ പിന്നെ വരാം. കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, കണ്ണു കൊണ്ടോ തിന്നാൻ പറ്റൂല, സോറി. അപ്പം ചാച്ചാ. അപ്പം ഇന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ കുളി നനെല്ലാം കഴിഞ്ഞ് നാസ്റ്റൊക്കെ കഴിച്ച് ഉച്ച സമയം എല്ലാവരും കുളിച്ചിട്ടാ. സോ എല്ലാവരും കുളിച്ചപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ മേക്കപ്പ് ഇട്ട് കൊടുക്കലുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ മേക്കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. മിൻഹാന്ന് ഇട്ടാ ക്യാമറ എടുക്കണത്. അപ്പോൾ ഇവർക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം, റെഡിയാക്കാം, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. എന്തായാലും ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നല്ലേ. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തൊന്നും എടുക്കാൻ പറ്റില്ല, എടുക്കാൻ ആളില്ല. അപ്പം ഇപ്പം മിൻഹ വന്നിട്ടുണ്ട്. മിൻഹാന്ന് എൻ്റെ ക്യാമറാമാൻ. അല്ലെങ്കിലും മാമിക്കെല്ലാം വീടെല്ലാം എടുത്ത് തരുന്നത് ഞാൻ തന്നെയാണ്. കുറച്ച് സമയം കണ്ണൂട്ടിയാക്കണത്. അപ്പം പിള്ളേരൊക്കെ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ചാച്ചാ. ഒന്നോടാ മേക്കപ്പ് എല്ലാം കൊള്ളായി റബ്ബേ. നിക്ക് ഒരു മിനിറ്റ് കണ്ണൂട്ട് ആരായി കണ്ടടിയിലെല്ലാം ആയില്ലേ. ആ ഒന്നും വേണേക്ക് സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാട്ടാ. അവൾക്ക് അതില്ലാണ്ട് പൗഡർ, പിന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ ഈടിയും ഇതിട്ടിട്ടേ ആദ്യം, പിന്നെ ഇതോട്ടോ ഇതൊന്നും ഇവിടെ ഇങ്ങനെ ഇട്ടുന്നില്ലേ പിങ്ക് സാധനം. അടുത്തേക്ക് വന്ന് കാണിച്ചു കൊടുക്കും. ഇതാണ് ഒരാളെ മേക്കപ്പ് ഇടുന്ന ഫേസ്, കണ്ടോ? പോട്ടിട്ടെ. ഇതെന്റെ അനിയത്തിയാണ്. ഓ ക്യൂട്ടി ബേബി, ക്യൂട്ട് ബേബി. ജമാനന്റെ ലാസ്റ്റത്തെ മോളാണ്. നമ്മളുടെ ലീറ്റത്തെ നൂനുകുട്ടിയാണ്, നൂനുകുട്ടി. ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ലിപ്സ്റ്റിക്കും പിന്നെ ഈ രണ്ട് സൈഡിലിടുന്ന ആ പിങ്ക് കളർ സാധനം ഇട്ടെടുത്താൽ മതി. അവളിത് മേക്കപ്പായി. സുന്ദരി. അല്ലോ ലിപ്സ്റ്റിക് വേണം എന്റെ കുട്ടിക്ക്. പിങ്ക് കളർ ലിപ്സ്റ്റിക് ഇട്ടേ. അല്ലോ സുന്ദരി. സുന്ദരി സുന്ദരി മേലോട്ടേക്കൊക്കെ പിങ്ക് ലിപ്സ്റ്റിക് എന്ത് വാങ്ങോക്ക്. ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക്. പിന്നെ ഞാൻ റെഡി ആയിട്ട് വരാം. കെൻസ ഉറങ്ങി. അപ്പോൾ നമുക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഫുഡ് കഴിക്കാം. നമുക്ക്
ഫുഡ് കഴിക്കണം. നല്ല അടിപൊളി ഉമ്മാൻ്റെ ബിരിയാണി ഒക്കെ ഉണ്ട്. നമുക്ക് ബിരിയാണി കഴിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ കുട്ടികളെല്ലാം റെഡിയാക്കി ഞാനും റെഡി ആവാണ് കേട്ടോ ചെയ്യണത്. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഒരുമാതിരി അസുഖം പിടിച്ച പോലെ ഉണ്ടാകും. അപ്പം ഞാൻ ലൈറ്റായിട്ട് മേക്കപ്പ് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഷോർട്സിലൊക്കെ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ട് ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറുള്ളത്. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും തേക്കാറില്ല. വീട്ടിൽ നിൽക്കുമ്പോൾ ആരും ഫൗണ്ടേഷൻ തേക്കൂലല്ലോ. അപ്പം വെറുതെ കുട്ടികൾക്ക് ചെയ്യപ്പോൾ ഞാനും ചെയ്തു. അത്രേ ഉള്ളൂ. വേറൊന്നും മേക്കപ്പ് ചെയ്യുന്നില്ല. അപ്പം വീട്ടിലെല്ലാവരും ഉണ്ടായതുകൊണ്ട് ബിരിയാണിയാണെന്ന് പറഞ്ഞില്ലേ, ഉമ്മ മസാല ആക്കിയ ബിരിയാണീൻ്റെ നോക്കി അടിപൊളി മസാല പൊരിക്കും. അതായത് നമ്മൾ ചിക്കൻ ഫസ്റ്റ് പൊരിക്കുമല്ലോ, അതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ എല്ലാവരും കിച്ചൻ്റെ ഉള്ളിൽ വന്നിട്ടിരിക്കും. അങ്ങനെ അമ്മ ബിരിയാണി ദമ്മിന് ഇട്ടിട്ടുണ്ട് കേട്ടാ. ദമ്മ് ഒരു മണിക്കൂർ വരെ ഉമ്മ ഇടും. അപ്പോൾ ചിക്കൻ പൊരിച്ചതിൽ ഈ കരളൊക്കെ ഉണ്ടാവില്ല, അത് പൊരിച്ച ഉമ്മ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ ഫേവറേറ്റാണ്. അതെടുത്ത് വായിൽ വെച്ച് അത് തിന്നിട്ട് ആ കിച്ചണിൽ ഇറങ്ങുന്ന ഒരു ഫീലിംഗ്, ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഗൈസ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഗായ്സ്. ബിരിയാണി വിളമ്പലായി ഗോയ്സ്. ആരാ വായിന്ന് വെള്ളം വരുന്നത്? അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. കുട്ടികൾക്കൊക്കെ വിളമ്പലായിട്ടോ. എന്നല്ല നമ്മളെല്ലാം വരുന്നോണ്ട് നമുക്കൊരു പെരുന്നാളിൻ്റെ ഫീലിംഗ് ആണ്. മാഷാ അല്ലാഹ്. അതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഉമ്മ എത്ര കൊല്ലായ്മ ബിരിയാണി ആക്കാൻ തുടങ്ങിയിട്ട്? അത് ഈ ബിരിയാണി ആ 20 കൊല്ലമായില്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇത്. കണ്ടാ ബിരിയാണീന്റെ ഇതാകുമ്പോഴത്തേക്കല്ല പിള്ളേരെല്ലാം എടുത്തി. എല്ലാരും പോയിട്ട് ഇരിക്കുപ്പോ. ഇത് ഓമനപുത്രിക്ക് വളമ്പുന്നെയാണ്. കണ്ടാ സ്നേഹത്തോടെ വീഡിയോ എടുക്കുന്നോണ്ട് മാത്രം 2 പീസ്. എനക്കും ചമ്മന്തി ശരിയായിട്ടാ ഇതില്ല, മല്ലിച്ചപ്പൊന്നുമില്ല. ഞാൻ പുറത്തു നമ്മ ഫുഡ് കഴിക്കണേ. ബിരിയാണി കച്ചമ്പറി ഇങ്ങനെ ഇട്ട് കുറച്ച് ചട്നി ഇട്ട് ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് സൂപ്പർ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പുറത്ത് പോവാണ്. എവിടേക്ക് പോകുന്ന ഒരു ധാരണയില്ല, പക്ഷെ എന്തായാലും പുറത്ത് പോവാണ്. നമ്മൾ എല്ലാവരും ഉണ്ട്. 2 വണ്ടിയായിട്ടാണ് പോകുന്നത്. ഒരു വണ്ടിയിൽ ഞാനും മിച്ചും, ഒരു വണ്ടിയിൽ ജുമാനോ ഉമ്മാവും കൂടിയാണ് പോണത്. നമുക്ക് അവിടെ പോയിട്ട് വിശേഷങ്ങൾ അറിയാം. എവിടേക്കാണ് പോകുന്നതെന്നും പറഞ്ഞവർ. അപ്പോൾ അവരെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഔട്ട്ഫിറ്റ്. ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. റിഫാന സഞ്ജു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ എവിടെ പോന്നിച്ചു? നമ്മൾ അവിടെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. അതാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എവിടെ പോകുന്നത് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. നമുക്ക് പോവാം. എങ്ങനെ പോവാൻ? അപ്പോൾ ലാസ്റ്റ് നമ്മ ഇവിടെ എന്താണ് നമ്മ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചിട്ടാ. എവിടെ സ്ഥലം ഏതെന്ന് വെച്ചാൽ ഇത് മാടക്കാടാണ് കേട്ടാ. ഇത് മാടക്കാട് വന്നാൽ മാടക്കാൽ കുടുംബത്തല അതിൻ്റെ ഇത് ഞാൻ ഇതിൽ ഇടാട്ടാ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. പെട്ടെന്നുള്ള തീരുമാനമാണ്. ഒന്നും ഞാൻ പറയാം, ഒരു പ്ലാനും ചെയ്യാണ്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ പെട്ടെന്നുള്ള അടിപൊളി വ്യൂ ആയിരിക്കും. ഞാൻ എന്തായാലും നമ്മൾ പോകുന്ന അവിടെ പോയി ഇറങ്ങുന്ന എല്ലാ വീഡിയോസും ഞാൻ എടുക്കുന്നതായിരിക്കും.
അപ്പം നമ്മൾ വന്നിട്ടുള്ള മാംഗ്രോ വൈബിലേക്കാണ് കേട്ടോ. കയാക്കിങ്ങും ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുട്ടികളാണെങ്കിൽ ഇത് ഇടുന്നുമില്ല. നൂനൂന് ഭയങ്കര പേടിയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ, അവളത് ഇടുന്നില്ല. അപ്പം എൻ്റെ ഏട്ടത്തിക്കും ഇൻസ്റ്റഗ്രാം യൂട്യൂബൊക്കെ ഉണ്ട്. അവളത് റിസു ജിൻഷാദ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അവളും വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഇഷ്ടമുള്ളവർക്ക് പോയിട്ട് അവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ. കെൻസാൻ ഉമ്മ എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരും അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ സ്പീഡ് ബോട്ടിൽ ഞാൻ ബോട്ടിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ പണ്ട് ഈ പാലുണ്ടായിരുന്നില്ല ഫസ്റ്റ്, അപ്പം നമ്മൾ ബോട്ടിലാണ്. പക്ഷേ ഇത് സ്പീഡ് ബോട്ടാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ നാട്ടിൽ, അതായത് സറൗണ്ടിങ് ഉള്ള ആൾക്കാർക്ക് എന്തായാലും പോകണം കേട്ടോ. അടിപൊളിയാണ്. 700 റുപ്യയാണ് ഒരു ബോട്ടിന്. 5 ആൾക്ക് പോകാൻ പറ്റും. കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യും. 5 ആൾക്ക് പോകാൻ പറ്റും. രാവിലെ 6 ടു വൈകുന്നേരം 6:45 വരെയാണ് കേട്ടോ ഒരു ടൈമിംഗ് ഉള്ളത്. എന്തായാലും ലൈഫിൽ വൺസ് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഫോണിങ്ങനെ പിടിച്ച് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഞാൻ അതൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ സ്ഥലത്തെത്തി. ഗായ്സ് നമ്മളെ നാട്ടിലാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 25 ഈ കാടിന്റെ പേരാണ് കണ്ടൽ കാട് അല്ലേ? ഓക്കെ, ഇത് കണ്ടൽ കാടാണ്. എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് പയ്യന്നൂരാണ്. ഇത് പയ്യന്നൂരാണ് പ്ലേസ്. ഇതൊരു പയ്യന്നൂരാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് നമുക്ക് അറിയുന്നേ ഇല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പം നമുക്ക് കുറെ ഫോട്ടോസും വീഡിയോസും എടുക്കണം. 1 മണിക്കൂറേ സമയമുള്ളൂ. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ. അവിടുന്ന് ബോട്ട് നമ്മളെ കൊണ്ടുവന്നിട്ട് ഇവിടെ നടുക്കില്ല, കായൽ നടുക്ക് നമ്മളെ ഇറക്കുണ്ടാ. ഇവിടെ നമ്മളെ കാലിൻ്റെ മേലോളം മുട്ടോളം ഇല്ല, കാലിൻ്റെ മേളം ഇതുവരെ വെള്ളം ഉണ്ടാവും. കുറേ നമുക്ക് നടക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു മരങ്ങളൊക്കെ ഉണ്ടാവും. നല്ല നല്ല ഫ്രെയിമിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. വെള്ളത്തിൽ കളിക്കുന്നൊന്നുമില്ല. അടിയിൽ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് വെള്ളം, പക്ഷെ അടിയിൽ ചളിയാണ്. എങ്ങനെയുണ്ട് മിന്ന? അപ്പം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്തുള്ള ആദ്യമായിട്ടാണ് നമ്മൾ എല്ലാരും വരുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അടിപൊളി സ്ഥലം ഗൈസ്. എന്തായാലും പയ്യന്നൂര്, തൃക്കരിപ്പൂര്, പടന്ന അങ്ങനത്തെ എല്ലാ ആൾക്കാർക്കും ഒരു 15 കിലോമീറ്ററിന്റെ അടുത്തടുത്ത് ഉണ്ടാവും ഇത്. 700 റുപ്യ കേട്ടോ, അതായത് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട്. ബട്ട് സൂപ്പർ പ്ലേസ്, സൂപ്പർ. ഇവിടെ ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോൾ നല്ലൊരു സമാധാനം ഉണ്ട് കേട്ടോ. മാമിയും ഞാനും എല്ലാവരും കൂടിയിട്ട് വന്നിട്ടാണുള്ളത്. മാമി ഞാൻ നാട്ടിൽ പോയാൽ കുട്ടികളൊക്കെ എൻ്റെ ബാക്കിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കെൻസാൻ എടുത്തൊക്കെ മതി. അപ്പം ഞാൻ അവളെ തലമക്കേറ്റി ഇരുത്തി. അപ്പോൾ അവൾ കുറച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ അവളെ ഞാൻ വള്ളത്തിൽ ഇറക്കിയിട്ടില്ല കേട്ടോ. അവൾക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അവളെ വള്ളത്തിൽ ഇറക്കിയിട്ടില്ല. ഇത് ചളിയും വെള്ളവും കൂടിയാണ്. ചളി എന്ന് പറഞ്ഞാൽ അവളെ ഡ്രസ്സ് വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ അവളെ ചളിയും വെള്ളത്തിലൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ തിരിച്ച് വരില്ലായി. തിരിച്ച് വരുമ്പോൾ ഞാൻ മുമ്പിൽ, നമ്മൾ പോകുമ്പോൾ നാം ബേക്കിലുണ്ടായിരുന്നു. ഞാൻ മുമ്പിൽ നമുക്ക് വീഡിയോസ് എടുക്കണമായിരുന്നു. ഡ്രൈവർ അത്രയില്ല, നമ്മൾ കൊണ്ടാക്കിയ ഡ്രൈവറിനെ ഞാൻ തിരിച്ച് വരുമ്പോൾ ഡ്രൈവർ നല്ല ഫോട്ടോസ്, നമ്മൾ പോകുമ്പോൾ ഇല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. നല്ലൊരു ഫ്രണ്ട്ലി വൈബായിരുന്നു കേട്ടോ അവരുടെ കൂടെ. നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. സോ ഞാൻ അവിടെ നമ്മൾ ഡയറക്റ്റ് പോയത്. എൻ്റെ ഏട്ടത്തി പറയുന്നത് വ്ളോഗർ വന്നു എന്നൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇവളാണ് മെയിൻ വ്ളോഗർ നമ്മളെ വീട്ടിലത്തെ. അത് കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ. അപ്പോൾ അവിടെ വെള്ളത്തിലൊക്കെ കളിച്ചില്ല അമ്മ. നമ്മളെ മാമാൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് എളമ്പച്ചി അല്ലേ അമ്മ? എളമ്പച്ചിയിലേക്കല്ലേ? എളമ്പച്ചിയിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവിടുന്ന് നമ്മൾ ഇപ്പം വീട്ടിൽ ഡയറക്റ്റ് പോകും അല്ലേ അമ്മ? വീട്ടിൽ പോകും അല്ലേ? വീട്ടിൽ പോകും. കെൻസുമ്മ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ അവൾക്ക് പാട്ട് പാടിയിട്ടും കഥ പറഞ്ഞിട്ടും
അങ്ങനെല്ലാം പറഞ്ഞാൽ അന്ന് 2 കായ് ഫുഡ് എടുക്കൂല അവള്. അപ്പം ഇങ്ങനെയൊക്കെ ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് അപ്പം കെൻസക്ക് ബിരിയാണിയാണ് ഇടാത്ത. അപ്പോൾ അവൾ രാത്രി ബിരിയാണി കഴിക്കൂല. അതുകൊണ്ട് ഞാനൊക്കെ അരിക്കൂളാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും രാത്രി ബിരിയാണി ആയിരിക്കും കഴിക്കുക. അപ്പോൾ അതും കഴിച്ചിട്ട് നമുക്ക് പിന്നെയും കാണാം. കേട്ടോ? അപ്പോൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാ. അപ്പോൾ ലാസ്റ്റ് ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചാൽ ഇന്നത്തെ കാര്യത്തിൽ ഒരു തീരുമാനമായി. വീഡിയോ അത്രയിലും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് എൻ്റെ ഒരു റൂട്ടീനിൽ പോസിബിൾ അല്ല കേട്ടോ. എല്ലാം എനിക്ക് എപ്പോഴും ക്യാമറ പിടിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനൊക്കെ പ്രോപ്പർ സെറ്റിങ്സ് വേണം. സോ ഇത് എൻ്റെ വീടാണ്. ഇവിടെ എനിക്ക് ട്രൈപോഡൊന്നും ഇല്ല. എൻ്റെ വീട്ടിൽ അതായത് പാലക്കാട് പോയാൽ എനിക്ക് അതിനൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ പോയിട്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം പോയി വരുന്നത്. അസ്സലാമു അലൈക്കും.